ഹലോ ഞാൻ സേല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മിനിസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. മിനിസ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റഫ്സൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് പ്ലഷീസൊക്കെയാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മിനിസോയിൽ പോയിട്ട് കുറച്ചല്ല ഒരു ചെറിയ ഷോപ്പിങ്ങും അതുപോലെ മിനിസോൻ്റെ ഒരു ഹോളുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മിനിസോൻ്റെ ലൊക്കേഷൻ ഉള്ളത് കേരളത്തിലല്ല, ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെ വിജയവാഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഉള്ള മിനിസോ ആണ്. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ റെഡിയായി. നമ്മൾ മിനിസോയിൽ പോകാനുള്ള എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഔട്ട്ഫിറ്റ് എല്ലാം എടുത്ത്, പിന്നെ ഇതിൻ്റെ ഒരു ഗ്രീൻ ടോട്ട് ബാഗൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഒന്നും വാങ്ങാനൊന്നും പോകുന്നില്ല, ലെറ്റ് സീ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മിനിസോ ഉള്ളത് ഒരു മോളിലാണ്, PVP എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ മോളിൽ പോയിട്ട് മിനിസോ കണ്ടുപിടിച്ചിട്ട് വേണം മിനിസോയിൽ പോകാൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ആയെങ്കിലും ഞാൻ ഇതുവരെ മിനിസോയിൽ പോയിട്ടില്ല. അപ്പോൾ ലെറ്റ് സീ. അപ്പോൾ ഞാനിവിടെ മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോള്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മോൾ തന്നെയാണ്. നല്ല ആക്റ്റീവാണ് കേട്ടോ ഈ ടൈമിൽ. ഞാൻ പോയതൊരു 6 o'clock ശേഷമാണ്, അതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവാണ്. നല്ല നൈറ്റൊക്കെ ആയാലും ഇത് ക്ലോസ് ആവും, ആരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ നല്ല ഐസ്ക്രീംസ് ആയിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ബട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കഴിച്ചില്ല. പിന്നെ അവരുടെ എന്തോ 10th ആനിവേഴ്സറി എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ വലിയൊരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റിയൽ അല്ല, ഫേക്കാണ്. അപ്പോൾ മിനിസോ എന്താണെന്നൊക്കെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. മിനിസോ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ നല്ല ക്വാളിറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് മിനിസോയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചാൽ പണിയാകുമോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ 99 മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു ബ്രാൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി മിനിസോ കണ്ടുപിടിച്ചിട്ടുണ്ട്. മിനിസോ അത്ര വലുതല്ല, ചെറുതാണ്. അപ്പോൾ എൻട്രൻസിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പ്ലഷീസാണ് കാണുന്നത്. അപ്പോൾ മിനിസോ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലഷീസ് എന്ന് പറഞ്ഞാൽ തന്നെ മിനിസോ ആണ് അതിൻ്റെ ബെസ്റ്റ് ബ്രാൻഡ്. ഇതൊക്കെ മിനി ബാഗ്സ് ആണ് കേട്ടോ. അവർ എൻട്രൻസിൽ തന്നെ നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഒരുപാട് പേഴ്സുകൾ വരുന്നുണ്ട്, സ്മോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആനിമൽസിൻ്റെ ടൈപ്പിൽ വരുന്നതൊക്കെയാണ്. അപ്പോൾ ഇതിനെല്ലാം റേറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് അറിയില്ല, കാരണം ഇത് കണ്ട പാടന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള കോഫി കപ്സാണ്. കോഫി കപ്പ് എന്തും പറയാം. ഓക്കെ, നല്ല ക്യൂട്ടാണ്. ഈ മൈ മെലഡി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞാനിതിൽ എടുക്കുന്നതെല്ലാം എനിക്ക് കണ്ടപ്പോൾ അട്രാക്റ്റഡ് ആയിട്ടുള്ള സ്റ്റഫ്സാണ്. ഇത് ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആണ്. അതുപോലെ നമ്മുടെ ഹെലോ കിറ്റിയുടെ ഉണ്ട്, അതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. റെഡിഷ് കളറിലാണ് വന്നിട്ടുള്ളത്. അതെനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 450 എന്തോ ആണ്. അപ്പോൾ ഇതിലത് കാണുന്നുണ്ട്, 450 ആണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ക്യൂട്ടായിട്ടുള്ള മഗ്, സ്പൂണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് ക്യൂട്ട് സ്പൂണും ഫോർക്കെല്ലാം ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ ഞാൻ വിചാരിക്കും ഇത് ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണം, കാരണം അത്ര ക്യൂട്ടല്ലേ. പിന്നെ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ മാക്സിമം കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ചിലതിൻ്റെ റേറ്റൊന്നും കാണുന്നേ ഇല്ല. പിന്നെ ആ ക്യൂട്ട് സ്പൂണിൻ്റെ അടുത്തായിട്ട് കുറച്ച് ടവൽസൊക്കെ വന്നിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, കാരണം നല്ല ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസാണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഫുൾ ഓഫ് ഡ്രിങ്ക്സിൻ്റെ കപ്സൊക്കെയാണ്. ഇതിലെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു കപ്പ് ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കാം. പിന്നെ ഇതൊക്കെ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുറച്ചല്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലും നല്ല പ്രൊഡക്ട്സ് നമുക്ക് വേറെ കിട്ടും, ബട്ട് എന്നാലും ഇത് എസ്തെറ്റിക് ആണ്. അതേപോലെ ഭയങ്കര ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അത് ഒരു കോംപ്രമൈസും ഇല്ല. മിനിസോയിലെ പ്രൊഡക്ട്സ് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നവർക്ക് ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ തന്നെ നമ്മൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന ബാഗ്സ്, അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. ലഞ്ച് ബോക്സ്, ടിഫിൻ്റെ സംഭവങ്ങളെല്ലാം. ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ ബാഗ് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് അത് നമ്മൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്ന ബാഗാണെന്ന്. പക്ഷേ ഇത് കാണാൻ നല്ല ക്യൂട്ടല്ലേ.
പിന്നെ ഇവിടെ കുറേ കീ ചെയിൻസ് ഉണ്ട് കേട്ടോ. കീ ചെയിൻസ് എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എവിടെ കണ്ടാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചു. നോ സഹല നോ, ഇപ്രാവശ്യം നോ കീ ചെയിൻസ് ഫ്രം മിനിസോ. പിന്നെ ഈ ഒരു മാഗ്നറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. കാരണം ഞാൻ ക്ലേ ഒക്കെ വെച്ച് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് അത്ര വലിയ റേറ്റൊന്നും തോന്നുന്നില്ല. കാരണം ഈ റേറ്റിൽ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഇവിടെ കുറേ ബാഗ്സ് ഉണ്ട്. ഇത് നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സും മേക്കപ്പ് പ്രൊഡക്ട്സും എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലുള്ള ബാഗ്സ് ഒക്കെയാണ്. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽസ് ആണുള്ളത്. ഇതിൽ നമ്മൾ യൂഷ്വലായിട്ട് കാണുന്നതല്ലാതെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലൈക്സ് ബാക്ക് ടു സ്കൂൾ സപ്ലൈസിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ക്യൂട്ട് ടിഫി ബോക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ആ ഒരു സ്കൂൾ സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത് വരുന്നത് ഓർഗനൈസേഴ്സിൻ്റെ സെക്ഷനാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓർഗനൈസേഴ്സ്. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഐക്കിയയുടെയും മിനിസോൻ്റെ എല്ലാം. അപ്പോൾ മിനിസോയിൽ ഞാൻ ഒട്ടുമിക്ക കണ്ടിട്ടുള്ള ലൈക്ക് ഫേമസ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓർഗനൈസറും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത് നമ്മൾ ഏതൊരു കൊറിയൻ ചാനൽ, ജാപ്പനീസ് ചാനൽ, അവരുടെയൊക്കെ ടേബിളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ബ്രാൻഡ് തന്നെയാണല്ലോ ആ ബ്രാൻഡ് എന്ന്. ലൈക്ക് സെയിം ആണ്. പിന്നെ ഒരുപാട് ഷോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഷോക്സ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ബേജ് കളറിലുള്ളതും ഈ ഒരു ബ്രൗണും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ റേറ്റ് ലൈക്ക് ഫൈനാണ്, അത്ര എക്സ്പെൻസീവ് അല്ല. ലൈക്ക് നോർമൽ റേറ്റിൽ തന്നെയുള്ള സ്റ്റോക്കീസാണ്. പിന്നെ നമ്മുടെ ഫേമസ് മിനിസോ ചപ്പൽസ് ഉണ്ട്. അപ്പോൾ ഇത് സെയിം ആണ്, ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന സെയിം പാറ്റേണിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് തുലിപ്പിൻ്റെ ആണ്. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പക്ഷേ എന്താ പറയുക, ഇത് ക്രോക്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ മിനിസോ മെയിൻലി ചപ്പൽസിന് വേണ്ടിയിട്ടുള്ളതല്ലാത്തതുകൊണ്ടും ലൈക്ക് കളക്ഷൻസ് കുറവായതുകൊണ്ടും ലൈക്ക് ഇറ്റ്സ് ഫൈനായിട്ടാണ് തോന്നിയത്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ആ ഒരു ചപ്പൽസിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ലൈക്ക് സ്റ്റേഷനറി മീൻസ് നമ്മൾ വാഷി ടേപ്പ്, സ്റ്റിക്കേഴ്സ്, അതൊക്കെയാണ്. അതിൻ്റെ കളക്ഷൻ എനിക്ക് കുറച്ച് കുറവായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളിതിനും അടിപൊളിയായിട്ടുള്ള സ്റ്റേഷനറി ഷോപ്സ് എല്ലാം കാണുന്നതുകൊണ്ട് തന്നെ ലൈക്ക് അതത്ര അടിപൊളിയായി തോന്നിയില്ല. പിന്നെ ഒരുപാട് നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ്, ഹെയർ ബൺസ് എല്ലാം ഉണ്ടായിരുന്നു. അത് നല്ല ലൈക്ക് കുഴപ്പമില്ല, ലൈക്ക് ഐ മീൻ അത്ര എക്സ്പെൻസീവ് അല്ല, ലൈക്ക് ഫൈനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ ഇയറിങ്സ് ആണ്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഇയറിങ്, അതുകൊണ്ട് തന്നെ അത് ഞാൻ നോക്കിയിട്ട് പോലുമില്ല. പിന്നെ നമ്മളെ ഫേമസ് സാധനം മിനിസോ മിറർ. ഇത് കുറേ പേരുടെ ഫേവറേറ്റ് ആണ്, എൻ്റെ വലിയ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ലൈക്ക് മെയിൻ തിങ്, മിനിസോ മിറർ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് മിനിസോൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുമ്പോൾ ഓഫേഴ്സ് എല്ലാം കിട്ടുമ്പോൾ റേറ്റ് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ റിയലി ഡോണ്ട് നോ. പിന്നെ ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ്. ഐ മീൻ ഫേമസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കുറേ മിനിസോ ചാനൽസിലും അതുപോലെ പിൻട്രസ്റ്റിലെല്ലാം കണ്ടിട്ടുള്ള ഓർഗനൈസറാണ് കേട്ടോ. പിന്നെ ഒരുപാട് മാറ്റ് ഉണ്ടായിരുന്നു, നമ്മളെ ലാപ്ടോപ്പിനുള്ള പറ്റുന്നതെല്ലാം ഉണ്ട്, അതൊക്കെയാണ്. പിന്നെ ഒരു സാധനം എടുത്തു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് ക്ലോത്ത്സ് എല്ലാം ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങേഴ്സൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ബ്രഷസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഡെയിലി എസെൻഷ്യൽ ടൈപ്സിൽ വരുന്ന സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്ഷനിൽ സ്റ്റേഷനറീസ് ആണ്, ലൈക്ക് സ്റ്റിക്കി നോട്ട്, സ്റ്റിക്കേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കി നോട്ട് എനിക്ക് ഇഷ്ടമായി. ആക്ച്വലി അതിന് 70 റുപ്പീസ് എന്തോ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കയ്യിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ ഈ സ്റ്റിക്കി നോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് വാങ്ങിക്കാലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ അവിടെ ക്യൂട്ട് ആൻഡ് ഏസ്തെറ്റിക് ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിൽ വരുന്ന ടിഷ്യൂ പേപ്പർ കണ്ടിട്ടോ. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി അതിൻ്റെ പാക്കേജിങ്. ലൈക്ക് ഇറ്റ്സ് വെരി വെരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് സ്റ്റിക്കി നോട്ടല്ല, ലൈക്ക് അതിൽ ടിഷ്യൂ പേപ്പറാണെന്ന് ആലോചിച്ചപ്പോഴാണ് പിന്നെ മനസ്സിലായി ഓക്കെ. പിന്നെ ഉള്ളത് വൈറലായിട്ടുള്ള ഓർഗനൈസറാണ്. നമ്മൾ മേക്കപ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന, സ്കിൻ കെയർ എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസറാണിത്. ആക്രൈലിക്കിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇതവിടെ ഉണ്ട്. ഇത് ഞാൻ വിചാരിച്ചു അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കുന്നു, പക്ഷെ ഇതിന് അത്ര റേറ്റ് കണ്ടില്ല കേട്ടോ.
പിന്നെ ഈ കാണുന്നതെല്ലാം ഓർഗനൈസേഴ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഡെയിലി എസെൻഷ്യലിൻ്റെ സപ്ലൈസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നെയിൽ കട്ടേഴ്സൊക്കെയാണ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈക്ക് എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള, കണ്ടാൽ തന്നെ അത് നെയിൽ കട്ടറാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള നെയിൽ കട്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ആ ഒരു മെയിൻ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് കടക്കുകയാണ്. പിന്നെ ഇവിടെയാണ് മെയിനായിട്ട് ബുക്സ് എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ബുക്കൊന്നും അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഇതിൽ ഈ ഒരു കാണുന്ന ഞാൻ എടുക്കുന്ന ഈ ഒരു ബുക്ക് മാത്രമാണ് എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാൽ അത്ര കാണാൻ ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല, പേഴ്സണലി ഫീൽ ചെയ്തില്ല. പിന്നെ നെക്സ്റ്റ് ഉള്ളത് പ്ലഷി ടൈപ്പിൽ വരുന്ന ഹെയർ ബാൻഡ്സ് ആണ്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട്, നമ്മൾ സ്കിൻ കെയറെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് ലൈക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്കിൻ കെയർ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഒരുപാട് ടൈപ്പിൽ വരുന്നതുണ്ടായിരുന്നു, കുറുമിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് നല്ലതായിട്ട് ഇഷ്ടമായി പേർപ്പിൾ കളറിൽ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണിക്കാനാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്, കണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ അത് സിനമൺ റോളിൻ്റെ ആണ് കേട്ടോ, അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റ് എടുത്ത് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ കാണുന്ന സെക്ഷനിൽ കുറച്ചുകൂടെ നമുക്ക് ടെക് റിലേറ്റഡ് സാധനങ്ങളൊക്കെയാണ്. അതായത് ഭയങ്കര പിൻട്രസ്റ്റി ആയിട്ടുള്ള മൗസ് പാഡ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈഡിലുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ പ്ലഷീസിലെ കളക്ഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഫുള്ള് വലിയ ടവൽസൊക്കെയാണ് കേട്ടോ. നല്ല കുറുമി തീമിലുള്ളതാണിത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, ലൈക്ക് നല്ല ഏസ്തെറ്റിക് ആയിട്ടുള്ള ടവൽസ്, നല്ല സോഫ്റ്റാണ്. മിനിസോയുടെ സപ്ലൈസ് ഇതിന് മുമ്പ് യൂസ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. അവരുടെ ഈ പ്ലഷി ഐറ്റംസും മെറ്റീരിയൽസും ഒക്കെ ഭയങ്കര സോഫ്റ്റാണ്, നല്ല നല്ല സ്മൂത്തായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ കാണുന്നത് ബാത്ത് എസെൻഷ്യൽസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കപ്സും അതുപോലെ ബക്കറ്റ്സ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഫുള്ള് നമുക്ക് നല്ലൊരു അടിപൊളി ബാത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കാണാത്ത ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് മൗസ് പാഡ് അതുപോലെ കീബോർഡിൻ്റെ സപ്ലൈസ് എല്ലാം വരുന്നത്. ഈ ഒരു മൗസ് പാഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, പക്ഷെ അതെനിക്ക് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഇയർഫോൺസ് മൗസ് എല്ലാം ഉണ്ട്. ഈ മൗസും എനിക്ക് ഇഷ്ടമായി. അവിടെ ഒരു പിങ്ക് മൗസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പിങ്ക് മൗസൊക്കെ വാങ്ങിയിട്ട് ഞാനത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ പേടിയായി ചളിയാവുമോ എന്നൊക്കെ. അത് മൗസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ഒരു സാധനം ഭയങ്കര ക്യൂട്ടായിട്ട് എസ്തെറ്റിക് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. കാരണം എനിക്കത് പൊടിയാവുമോ, ലൈക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതെവിടെയും വെക്കാൻ പറ്റുമോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം ഞാൻ കുറച്ച് എസ്തെറ്റിക് കുറവായിട്ടാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ഈ ഒരു ടവൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ, ഈ വാട്ടർമെലൺ തീമിൽ വരുന്നത്. അതിൻ്റെ റേറ്റ് ചെക്ക് ചെയ്യാൻ ഞാൻ കുറേ നോക്കി, പക്ഷെ അതിൻ്റെ റീറ്റെയിൽ കാണാനില്ല. അതിൽ ലാസ്റ്റ് പീസിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തുള്ളതിൻ്റെ റേറ്റ് കാണിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ. എന്തിനാണ് മിനിസോയിൽ വന്നത്? അഫ്കോഴ്സ് പ്ലഷീസ് വാങ്ങിക്കാനാണ് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതാണ് പ്ലഷീസ് സെക്ഷന്. ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല, ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം ലൈക്ക് ഒക്കെ സോൾഡ് ഔട്ട് ആയ പോലെയാണ് കാണുന്നത്. അപ്പോൾ ഉള്ള കളക്ഷനൊക്കെ ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, അതാണ് ഞാനിത് എടുത്തത്. ഇതൊരു പെൻഗ്വിൻ തീമിൽ വരുന്നതാണ്. ഇത് നമുക്കൊരു പില്ലോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ, ഈ ഒരു തുളി ഫ്ലവർ പിടിച്ച് നിൽക്കുന്ന ഒരു എന്താണ് ഇതെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടൊരു ഷീപ്പിൻ്റെ ലുക്കൊക്കെയാണ് ഉള്ളത്. എന്താണെങ്കിലും ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അഫ്കോഴ്സ് കുറുമി അവിടെ ഉണ്ടായിരുന്നു. കുറുമിനെ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു കുറുമിയായിരുന്നു. കുറച്ചൊരു ബ്ലാക്കിഷ് വന്നാൽ ആ ഒരു കുറുമി എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ അവിടെ ഒരുപാട് പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലഫി ആൻഡ് ക്യൂട്ടായിരുന്നു. ഇത് വാങ്ങിക്കുന്നതിലുപരി ഞാൻ അവിടെ മെയിനായിട്ട് പോകുന്നത് ഇതുപോലെ ഇങ്ങനെ ഫ്ലഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡോണറ്റ് പിടിച്ചിട്ടുള്ള, പിസ്സ പിടിച്ചിട്ടുള്ള, അതുപോലെ ഇങ്ങനെ മഫിൻസ്, ഐസ്ക്രീംസ് എല്ലാം പിടിച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പെൻഗ്വിൻസ് ആണ്. അപ്പോൾ ഇതും വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ
ഒരുപാട് സ്റ്റേഷനറി ക്യൂട്ട് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള നൈഫ് ഉണ്ടായിരുന്നു, പേപ്പർ കട്ടേഴ്സ്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടു. എൻ്റെ കയ്യിൽ ഇതിന് മുമ്പ് ഈ ഒരു ടൈപ്പിലുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് പെൻസ് ബുക്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഓൾറെഡി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ട്രാഷ് ക്യാൻ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഓപ്പൺ ചെയ്യാൻ ഞാൻ കുറേ നോക്കി, അത് ഓപ്പൺ ആവുന്നില്ല. എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ കാണുന്നതാണ് ഈ ലാസ്റ്റ് സെക്ഷനാണ്. ഈ ലാസ്റ്റിൽ വരുന്നത് ട്രാവൽ എസെൻഷ്യൽസ് ആണ്. അതിൽ ഫുള്ള് നമ്മൾ ഈ ഒരു ഹെഡ് പില്ലോസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സ്കൂൾ ബാഗ്സ് എല്ലാം ഉണ്ട് കേട്ടോ. സ്കൂൾ ബാഗ് ലൈക്ക് കൈൻഡ് ഓഫ് ഈ കൊറിയൻ തീമിലൊക്കെ വരുന്ന ബാഗ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത് നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ വാങ്ങിച്ച കൊറിയൻ ബാഗ്സ് ഉണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ട്രാവൽ എസെൻഷ്യൽസ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി, നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പോക്കറ്റിൽ വെച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഐറ്റംസിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ പാക്കേജ് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അടുത്ത് ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട് കോളേജിൽ നിന്ന്. അപ്പോൾ ആ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്താലോ എന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് നോക്കിയിട്ട് എടുക്കാം, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള. പിന്നെ ഒരുപാട് പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മേക്കപ്പ്സ് എല്ലാം വെക്കുന്ന പൗച്ചൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഇവിടെ ഒരു പേഴ്സ് ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, മീൻസ് ഒരുപാട് ഇഷ്ടമായി. അത് സത്യം പറഞ്ഞാൽ അത് എടുക്കണം എന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഐ ഡോണ്ട് നോ, ഐ വിൽ ഷോ ദാറ്റ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മീഷോന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് നല്ല ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നല്ല ക്യൂട്ട് ആൻഡ് കൊറിയൻ സ്റ്റഫ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മേക്കപ്പ് മേക്കപ്പ് അല്ല, സ്കിൻ കെയർ ഒക്കെ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ. പിന്നെ ഈ ഒരു സൈഡിൽ ഹാൻഡ് ബാഗ്സ് എല്ലാം വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്, ഭയങ്കര ബ്രാൻഡഡ് ഫീൽ വരുന്ന ബാഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ അവിടെ ഒരുപാട് ലിപ്സ്റ്റിക്ക്, ലിപ് ബാം അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാനിങ്ങനെ കാണിക്കുന്നില്ല, കാരണം അത് നമ്മൾ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു വാലറ്റ്സിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. പക്ഷേ എനിക്കിപ്പോൾ എപ്പോഴും പേടിയാണ്. ഞാൻ വാലറ്റ് യൂസ് ചെയ്യൽ വളരെ കുറവാണ്. കാരണം ഞാൻ യൂസ് ചെയ്താൽ അത് പെട്ടെന്ന് എന്താ പറയുക മിസ്സായി പോകുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വാലറ്റ്സിൻ്റെ പകരം ഞാൻ എപ്പോഴും ഹാൻഡ് ബാഗാണ് പ്രിഫർ ചെയ്യാറ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാലറ്റ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി, മീൻസ് ഒരുപാട് ഇഷ്ടമായി. ഇത് വാങ്ങിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാനിത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ആ ഒരു ബാഗ് സെക്ഷനിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ബാഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതെനിക്ക് കണ്ടപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ വീണ്ടും എൻ്റെ ഈ ഒരു വാലറ്റ് തന്നെ പോയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് സോ ഗുഡ്, റിയലി റിയലി ഗുഡ്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഈ ഒരു സ്മോൾ മിനിസോയിൽ ഉണ്ടായിരുന്നത്. ലൈക്ക് അത്ര സ്മോളൊന്നുമല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി സ്മോളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് എനിക്ക് കണ്ടാൽ ഇഷ്ടം വരുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ അവിടുന്ന് വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചു. പിന്നെ 99 മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്, ഐ മീൻ ഒരു ബ്രാൻഡാണ്. ലൈക്ക് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്നാണ് മെയിൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. മിനിസോന്ന് എന്താ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല. മിനിസോയിൽ എല്ലാം എടുത്തതെല്ലാം തിരിച്ച് വെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി 99 പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ KFC, McD, പിസ്സ ഹട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ബോയ്ക്കോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് കണ്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ക്യാമ്പസിൽ പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വന്നത് മിനിസോ കണ്ടിട്ടൊന്നും ഒരു വീഡിയോ എടുക്കുക, ലൈക്ക് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ 99 കുറച്ച് ക്രാഫ്റ്റ് സപ്ലൈസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് 99 വാങ്ങിച്ചിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.